എല്ലാവർക്കും വണക്കം. ഗ്രേസ് മീഡിയ യൂട്യൂബ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കാച്ചാണിയാണ്. മെയിനായിട്ട് രണ്ട് ഉദ്ദേശമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടു കാണും. നമ്മുടെ കരകുളം റോഡ് പണി നടക്കുകയാണ്. അപ്പോൾ കുറച്ച് നാളായി അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയായെന്നുള്ളത് നമുക്ക് ഇന്ന് പോകുന്ന പോക്കിൽ നോക്കണം. ഓട്ടോറിക്ഷയിലാണ്. രണ്ടാമത് ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് 2 ദിവസമായിട്ട് തുടർച്ചയായിട്ട് ഭയങ്കര മഴയാണ് നമ്മുടെ തിരുവനന്തപുരത്തല്ല, പൊതുവെ എല്ലായിടത്തും ഭയങ്കര മഴയാണ്. അപ്പോൾ മഴയത്തുള്ള തിരുവനന്തപുരത്തിൻ്റെ കുറച്ച് കാഴ്ചകളോടെ നിങ്ങളിലേക്ക് എത്തിക്കണം. ഇത്ര മാത്രമേ ഉള്ളൂ. ചെറിയ വീഡിയോ ആയിരിക്കും. എന്തായിരുന്നാലും നമുക്ക് മുന്നോട്ട് പോകാം. ആദ്യം കരകുളത്തെ കാഴ്ച കണ്ടിട്ട് നമുക്ക് തിരുവനന്തപുരം സിറ്റിയിലേക്ക് കയറാം കേട്ടോ. നമ്മുടെ ചാനലിലെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു യാത്രാ വീഡിയോ പോലെ തന്നെയാണ് കേട്ടോ. ഒരു സ്ഥലത്തെ പ്രതിനിധീകരിച്ച് പോകാത്തത് കൊണ്ടാണ് നമ്മൾ ഗ്രേസ് മീഡിയയിൽ തന്നെ ഇടുന്നത്. എന്തായിരുന്നാലും ഒരു അപ്ഡേഷനും കൂടെ ആവും. നമ്മളിപ്പോൾ കാച്ചാണി എത്തിയിട്ടുണ്ട്. കാച്ചാണി ജംഗ്ഷനിൽ നിന്ന് നമ്മൾ കരകുളം റോഡിലേക്ക് പോവാണ്. കരകുളം മുതൽ ഇപ്പോൾ വഴയില മുതൽ കരകുളം വരെയാണ് മെയിനായിട്ടുള്ള പണി നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. പിന്നെ ഇന്ന് മഴ പ്രമാണിച്ച് എല്ലാ സ്കൂളുകൾക്കും അവധി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പൊതുവേ തിരക്ക് കുറവായിരിക്കും. പോയിട്ടുള്ള ആൾക്കാർ മാത്രം തിരിച്ചു പോകുന്നത് കാണാൻ പറ്റും. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇറങ്ങി കാണില്ല. അറിഞ്ഞവരൊന്നും പുറത്തിറങ്ങി കാണില്ല. നമ്മൾ കരകുളം പോയിട്ട് അവിടുത്തെ റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം റോഡ് പണി നടക്കുന്ന ആ ഒരു കരകുളം പാലം ജംഗ്ഷൻ എത്താറായിട്ടുണ്ട്. ഇവിടുന്ന് വലത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നെടുമങ്ങാടാണ് എത്തുക. ഇവിടുന്ന് അങ്ങോട്ടാണ് ഇനി ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്നത്. ഇവിടെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. പക്ഷേ റോഡ് കുറച്ച് കാഠിന്യമായതുകൊണ്ട് നമ്മൾ വലത്തോട്ട് പോകുന്നില്ല. അവിടെ ഫ്ലൈ ഓവറിൻ്റെ പണികൾ നടക്കുന്നുണ്ട്. കുറച്ച് മുന്നത്തെ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇടത്തേക്ക് പോകുമ്പോൾ നമ്മുടെ വഴയിലെ സൈഡിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് പണികൾ മുന്നോട്ടായിട്ടുണ്ട്. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് ഒരുപാട് പണികൾ മുന്നോട്ടായിട്ടുണ്ട്. ഒരുപാട് വീടുകൾ പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെ പള്ളി ഉണ്ടായിരുന്നു. ആ ഒരു സ്ഥലം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. വലത് സൈഡിൽ CSI പള്ളി ഉണ്ടായിരുന്ന സ്ഥലമാണ്. ആ പൊക്കപ്പുറത്ത് അതൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് പല സ്ഥലങ്ങളിലായിട്ട് നമ്മുടെ ഈ പഴയ റോഡ് വിട്ടിട്ട് പുതിയ റോഡ്, അതായത് വളവൊക്കെ നൂത്തിട്ട് പുതിയ റോഡ് പണി ചെയ്തു വരുന്നുണ്ട്. കണക്കുകളും ആധികാരികമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയിട്ട് എനിക്ക് വലിയ അറിവില്ല. എന്തായിരുന്നാലും റോഡ് പണി എത്രത്തോളം ആയി എന്നുള്ളത് കാണിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലരും ഇതുവഴി ചിലപ്പോൾ ഒരു സൈഡൊക്കെ വർക്ക് നടക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ബ്ലോക്ക് കാരണം പല വഴികൾ സ്വീകരിച്ച് അങ്ങനെ പോകുന്നുണ്ട്. ഇതുവഴി വലത്തോട്ട് കയറി കേട്ടോ. അപ്പോൾ അതുപോലുള്ള പല സ്ഥലങ്ങളിലും ഇതുപോലെ റോഡ് വീതി കൂട്ടി എടുത്തിട്ടുള്ളതും നമ്മുടെ ഈ റോഡിനോട് ചേർന്നതിന് വീതി കൂട്ടി വളവുകളൊക്കെ സ്ട്രെയിറ്റ് ആക്കിയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. കുറച്ചുകൂടെ മുന്നോട്ട് പോവാം. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഇടത് സൈഡിൽ ഇതുപോലെ വീതിയുള്ള ഒരു റോഡും കൂടെ ഇവിടെ നമുക്ക് പുതുതായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഈ കാണുന്ന വലത് സൈഡിലാണ് വലിയ കുറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നത്. ഹോട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്താണ്. ഇപ്പോൾ റോഡിന് വേണ്ടിയിട്ട് അവിടെ മാറ്റിയിട്ടുണ്ട്. ഇനി അവിടെ കുറച്ച് സ്ഥലങ്ങളൂടെ എടുക്കാനുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെയും വലത് സൈഡിലൊക്കെ വീടുണ്ടായിരുന്ന ഭാഗങ്ങളാണ്, കടകളുണ്ടായിരുന്ന ഭാഗങ്ങളാണ്. ഇവിടെ ഇടത് സൈഡിൽ പൈപ്പ് ലൈൻ പോകുന്നതുകൊണ്ട് വലത് സൈഡാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ പൈപ്പ് ലൈൻ പോകുന്ന ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അപ്പുറത്തെ സൈഡ് ആണ് റോഡായിട്ട് പോകുന്നത്. അതൊക്കെ എനിക്ക് അറിയാനുള്ള ചെറിയ കാര്യങ്ങളാണ്, വലിയ സംഭവങ്ങളല്ല.
ഇവിടെയും പുതിയൊരു റോഡ് വന്നിട്ടുണ്ട് വലത് സൈഡിലേക്ക്. ഇവിടെ മെയിനായിട്ട് ഇടത് ഭാഗത്താണ് കൂടുതലായിട്ട് റോഡ് എടുത്തിട്ടുള്ളത്. ഇവിടെയും കടകളൊക്കെ ആയിരുന്നു, ഒരുപാട് കടകളുണ്ടായിരുന്ന സ്ഥലമാണ്. എല്ലാം മാറി ചില കടകളുടെ നാടെ ഇപ്പോൾ ഇടത് സൈഡിൽ കണ്ടോ, ചില കടകളുടെ പകുതിയുള്ളൂ, പകുതിയിൽ അവർ ഷട്ടറൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ ജംഗ്ഷൻ വലത് സൈഡ് വീതി കൂട്ടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. മെയിനായിട്ട് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെയാണിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ട്രാഫിക് ഇതാ ഇപ്പോഴും ഉണ്ട്. അവിടെ ഇവിടെ ഒരു കലിങ്ങ് പോലത്തെ അല്ലെങ്കിൽ ഒരു എന്താണ് ചാല് പോലെ അടി കൂടെ ഒരു ചാല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഇവിടെ മിക്കപ്പോഴും ട്രാഫിക് ബ്ലോക്കാണ്. ഇത്രയും നാളും ഒരു സൈഡിൽ കൂടെയാണ് വണ്ടി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പകുതി പണി കഴിഞ്ഞതുകൊണ്ട് ഇനി അവർ സെൻട്രൽ ഭാഗത്തെ പണിയാണ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് രണ്ട് സൈഡിൽ കൂടെ വണ്ടി വിടുന്നുണ്ട്. ഇനി കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ അത് മാറ്റിയിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ വണ്ടി വിടാൻ തുടങ്ങും. അപ്പോൾ ഇവിടെയാണ് മെയിനായിട്ട് ഇപ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഉള്ളത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ ആ ഇടത് സൈഡിൽ നിന്ന് കാണാൻ പറ്റും നല്ല രീതിക്ക് ആളുകൾ ഓട്ടത്തിന് വിളിക്കുന്നത് നല്ല രീതിക്ക് റോഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓട്ടം പോവും, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ഫസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഓട്ടം ഓടുന്നു, അതിൻ്റെ കാഴ്ചയൊന്നും കാണിക്കുന്നില്ല. നമ്മുടെ ഇന്നിപ്പോൾ മഴ കുറച്ച് കുറവുണ്ട്, പക്ഷേ രാത്രിയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു. വന്ന വഴിക്ക് നല്ല വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് നമ്മുടെ സിറ്റിയിൽ അതുപോലുള്ള നല്ല മഴ പെയ്യുകയാണെങ്കിൽ അത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. കൗതുകമായിട്ടല്ല, മഴ പെയ്യുമ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളത് കാണാൻ വേണ്ടി മാത്രം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വഴയിലിരിക്കുന്ന SP-യുടെ ആദ്യത്തെ പെട്രോൾ പമ്പ്. അതിൻ്റെ അപ്പുറവും ഇപ്പുറവും പണി നടക്കുന്നുണ്ട്. പമ്പിൻ്റെ അവസ്ഥ എന്താവും എന്നറിയില്ല. എന്തായിരുന്നാലും കുറച്ചെങ്കിലും പോകാൻ ചാൻസ് ഉണ്ട്. ഇടത് സൈഡിൽ ഇത്രയും വരെ സ്ഥലം എടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യമാണ് ഇപ്പോൾ നമ്മുടെ കരകുളം റോഡ് പണിയിൽ നടക്കുന്ന കാഴ്ചകൾ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സിറ്റിക്ക് അകത്തേക്ക് പോവാം. അകത്ത് പോയിട്ട് നോക്കാം. ഇന്ന് മഴയില്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, പോവാം. ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മുടെ വഴയിലെ ഭാഗം, വഴയിൽ അവിടെയൊക്കെ ഇപ്പോൾ നല്ല വെയിലാണ് കേട്ടോ. ഇന്ന് രാത്രി നിർത്താത്തുള്ള മഴയായിരുന്നു. നമ്മുടെ ഇൻസ്റ്റയിലും ബാക്കിയുള്ള റീലുകളിലും ഒക്കെ ആൾക്കാർ ഷെയർ ചെയ്തിരുന്ന നമ്മുടെ തിരുവനന്തപുരത്തെ കാഴ്ചകളായിരുന്നു കേട്ടോ. ഇപ്പോൾ എന്താ പറഞ്ഞാൽ ലൈവായിട്ട് മഴയാണ്. നമ്മളെ സമയം 1 മണി, ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞു. 1 മണി കഴിഞ്ഞപ്പോൾ ഇവിടെ മഴയില്ല, ഇപ്പോൾ വെയിലാണ്. ഇനി കുറച്ച് നേരം കൂടെ നമുക്ക് നോക്കാം എന്താണ് കണ്ടീഷൻ എന്ന്. പെയ്യാതിരിക്കില്ല. ഈ റോഡുകൾക്കൊക്കെ സൈഡിലൊന്നും ഓട പോലും ഇല്ല. അപ്പോൾ 2 സൈഡും മതിലുകളാണ്, വീടുകളാണ്. അത് കാരണമാണ് സംഭവം വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാതെ ഇങ്ങനെ നിൽക്കുന്നത്.
നമുക്ക് ഇന്നിപ്പോൾ അപ്പോൾ ഇന്ന് 7 മണിയായിട്ടുണ്ട്. 7 മണിയായിട്ടും ഇന്ന് സിറ്റിക്കകത്തൊന്നും മഴയൊന്നും പെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ പോയ ഭാഗത്തോട്ടൊന്നും മഴ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മഴ കാഴ്ചകളൊന്നും കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ മഴക്കാഴ്ചകളില്ല ഇന്നത്തെ ഈ വീഡിയോയിൽ. നമ്മൾ രാവിലെ വന്നതാണ്, രാവിലെ അല്ല ഉച്ച അടുപ്പിച്ചായി വന്നപ്പോൾ. അതിനുശേഷം വൈകുന്നേരം മുഴുവൻ സിറ്റിയിലുണ്ടായിരുന്നു. എന്നാലും മഴ പെയ്തില്ല. എന്തായിരുന്നാലും ഞാൻ ഉണ്ടായിരുന്ന ഭാഗങ്ങളിൽ മഴ പെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ കരകുളം റോഡ് പണി എന്തായി എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇതിലൂടെ നോക്കിയത് കേട്ടോ. മഴ കാഴ്ചകൾ പിന്നീട് ഒരിക്കലാവാം. ഓക്കെ, എന്തായാലും ബൈ, കാണാം.